ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു സേമിയ പുലാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് സേമിയ പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് അടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് സേമിയ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുകയാണ്. വറുത്ത സേമിയ എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു കപ്പ് സേമിയ ഇടുക. ടൈപ്പ് ഈ സേമിയ നമ്മളൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഒരു 2 സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുകയാണ്. ഒരു 1/2 സ്പൂൺ വീതമേ ഉള്ളൂ. 2 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, സവാള ഇടാം. പച്ചമുളക് ഇടാം. ഇത് സോക്ക് ചെയ്തെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ്. ഓയിൽ ഒഴിച്ച സമയത്ത് നട്ട്സോ കിസ്മിസോ നിലക്കടലയൊക്കെ വേണ്ടവർക്ക് അതും കൂടി വറുത്തെടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ കഷ്ണം കാബേജ് അരിഞ്ഞതാണ്. ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം നമുക്ക്. ക്യാരറ്റ്, ഒരു ബീൻസ്, നമുക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞോട് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ചതച്ചും കൂടി ഇടുക. ഇതെല്ലാം ഇപ്പോൾ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് സേമിയയ്ക്ക് 1.25 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിടാം. വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർക്കാം. ഇത് തീരെ നൈസായിട്ടുള്ള സേമിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ സേമിയ തന്നെ വേവിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്തിട്ട് ചെയ്യാം. നമുക്കിത് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ വെന്തെടുക്കാം. നമ്മൾ ഈ സേമിയ വെന്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കിയായിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അടിയൊക്കെ പിടിക്കാതെ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാൻ പോകും. ഇതിൻ്റെ സ്വാദെല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ടാണ്. 1/2 ടീസ്പൂൺ നെയ്യും കൂടി. ഇനി നമുക്ക് ഇളക്കി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു വിഭവമാണ് ഇത്. ലഞ്ച് ബോക്സ് ആയിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ഡിന്നറായിട്ടും ഒക്കെ കൊടുക്കാം. കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നാലും നമുക്കിത് കൊടുക്കാം. നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സേമിയ പുലാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നട്ട്സൊക്കെ വേണ്ടവർക്ക് അത് വറുത്തതിൻ്റെ മുകളിലേക്ക് ഇടാം. അല്ലെങ്കിൽ അതിന് ആദ്യമേ തന്നെ സവാള വഴറ്റുന്നതിന് കൂടെ നമുക്ക് അത് വേണമെങ്കിൽ വറുത്ത് ചേർക്കാം. ഇപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാർ, സമയമില്ലെന്ന് പറയുന്ന അമ്മമാർക്കെല്ലാം പെട്ടെന്ന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്ത് കൊടുക്കാനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ പറ്റിയ ഈ സേമിയ പുലാവ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.